ഹായ് ഫ്രണ്ട്സ്, GSTയെ കുറിച്ചുള്ള അറിവുകൾ ബിസിനസ്സുകാർക്കും ടാക്സ് പ്രാക്ടീഷണേഴ്സിനും ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. GST ഇന്ത്യയിൽ എങ്ങനെ വന്നു, ആരുടെ കാലത്ത് വന്നു, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അത് എന്തൊക്കെ സ്ട്രക്ചറുകളുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, അതിൻ്റെ GST കൗൺസിൽ ആരൊക്കെ ഉണ്ട്, GST കൗൺസിൽ എന്താണ് എന്ന് തുടക്കം മുതൽ അവസാനം വരെയുള്ള GST എന്ന് നിലവിൽ വന്നു അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഗണേഷ് കുമാർ, GST ടാക്സ് പ്രാക്ടീഷണർ. വീഡിയോയിലോട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം. The idea of GST was first proposed by Atal Bihari Vajpayee government in India 2000. 2000-ലാണ് ആദ്യമായിട്ട് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് ഒരു GST എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഇൻഡയറക്റ്റ് ടാക്സുകൾ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. ഗുഡ്സിന് ഒരു ടാക്സും സർവീസിന് ഒരു ടാക്സും എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ടാക്സുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, എൻട്രി ടാക്സ്, സർവീസ് ടാക്സ്, പിന്നെ ലക്ഷറി ടാക്സ്, ഒക്ട്രോയ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഈ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും ഒരുമിച്ച് ചേർത്ത് രൂപം നൽകുന്ന ഒരു ഐഡിയയാണ് GST ആയിട്ട് അന്ന് കണ്ടത്. ഇത് GST ഇന്ത്യയിൽ നിലവിൽ വരുമ്പോൾ ഇന്ത്യക്ക് തന്നെ നല്ലൊരു മാറ്റം വരുമെന്ന് അന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ വന്ന ഒരു ആശയമാണ് GST എന്ന് പറയുന്ന ഈ സമ്പ്രദായം. അങ്ങനെ ഈ വാജ്പേയി ഗവൺമെന്റ് GST കുറിച്ചുള്ള നിയമം രൂപീകരിക്കുവാനും അത് എന്താണെന്ന് നൂലാമാലകളെ കുറിച്ച് പഠിക്കുവാനും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിലെ ഹെഡായി അസീം ദാസ് ഗുപ്തയെ നിയമിച്ചു. ആരാണ് ഈ അസീം ദാസ് ഗുപ്ത? അസീം ദാസ് ഗുപ്ത എന്ന് പറയുന്നത് ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. മാത്രവുമല്ല, വെസ്റ്റ് ബംഗാളിലെ ഒരു ഫോർമർ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടാണ്, അദ്ദേഹം തന്നെയാണ് ഇതിന് മുൻകൈ എടുത്ത് ആ നിയമങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതിലുള്ള നൂലാമാലകളെക്കുറിച്ച് പഠിക്കുകയും അതിനെ ഡ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്തത് അദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, അംബേദ്കർ ആണെന്ന്. അതുപോലെ GSTയുടെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അസീം ദാസ് ഗുപ്ത എന്ന് പറയുന്നത്. വാജ്പേയി സർക്കാർ പടിയിറങ്ങിയതിനു ശേഷം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ തന്നെ GSTയിൽ നിയമങ്ങളെക്കുറിച്ചുള്ള ഇത് പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. എന്നാലും അസീം ദാസ് ഗുപ്ത അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. GSTയെക്കുറിച്ചുള്ള നിയമങ്ങളും നൂലാമാലകളും അതിൻ്റെ ഡ്രാഫ്റ്റിങ്ങും തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, GST എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യക്ക് വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുകയും ഈ ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒറ്റ ടാക്സായി ഗുഡ്സിനും സർവീസിനും വേണ്ടി ഈ ടാക്സ് GST എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരുമ്പോൾ വളരെയധികം പ്രയോജനം ലഭിക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ കൊണ്ടുകൊണ്ട് തന്നെ 2016 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം പാർലമെന്റിൽ GST നിയമം പാസാക്കി. പാർലമെന്റിൽ അമെൻമെന്റ് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അമെൻമെന്റ് ബില്ല് കൂടി പാസ്സാക്കാനുണ്ട്. അങ്ങനെ നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെയാണ് 2016 സെപ്റ്റംബർ 8-ാം തീയതി ആദ്യമായിട്ട് 122ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് പാസ്സാക്കി GSTക്ക് ഒരു ജന്മം നൽകിയത്. ഒന്ന് ആലോചിക്കാനുള്ളത്, വാജ്പേയി ഗവൺമെന്റ് 2000-ൽ GSTയെക്കുറിച്ച് ഐഡിയ തുടങ്ങിയത്, 2016 അതിനെ പൂർത്തീകരിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. 16 വർഷത്തിൻ്റെ എഫർട്ട് കൊണ്ടാണ് GST നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. പാർലമെന്റിൽ GST നിയമത്തിൻ്റെ അമെൻമെന്റും ആ അമെൻമെന്റിന്റെ ബില്ല് പാസ്സായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിളിൽ കൂടി ഈ GST നിയമം ആഡ് ചെയ്യാനുണ്ട്. അങ്ങനെ ഏതെല്ലാം ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ GST നിയമം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഡിസ്കസ് ചെയ്ത് എടുക്കുന്ന GST റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 246A എന്ന ആർട്ടിക്കിളിൽ GST നിയമത്തിനെ ആഡ് ചെയ്തു. GST നിയമത്തെ കൺട്രോൾ ചെയ്യുവാനും അതിനെ കോർഡിനേറ്റ് ചെയ്യുവാനും ഒരു GST കൗൺസിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ടാക്സ് റേറ്റുകൾ കൂട്ടുവാനും ആ നിയമങ്ങൾ അമെൻമെൻറ്റ് ചെയ്യുവാനും എല്ലാത്തിനും വേണ്ടി GST കൗൺസിൽ
രൂപീകരിക്കുവാനും തീരുമാനിച്ചത്. അങ്ങനെ GST കൗൺസിലിനെ കുറിച്ച് ഫോം ചെയ്യുവാൻ വേണ്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 279A ആർട്ടിക്കിളിൽ GST കൗൺസിലിനെ ആഡ് ചെയ്തു. GST നിയമത്തിൽ 3 തരത്തിലാണ് ടാക്സ് ഉള്ളത്: CGST, SGST ആൻഡ് IGST. CGST ടാക്സ് സെൻട്രൽ ഗവൺമെന്റിനും, SGST സ്റ്റേറ്റ് ഗവൺമെന്റിനും, IGST വരുന്ന ടാക്സ് സെൻട്രലിനും സ്റ്റേറ്റിനും കൂടെ ഉള്ളതാണ്. അത് ഏത് തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ 269A ആർട്ടിക്കിളിൽ ആഡ് ചെയ്തു. GST നിയമത്തിൽ ഇന്ത്യക്ക് പുറത്ത് പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ, അതായത് ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ നമ്പർ 286 ആഡ് ചെയ്തു. GSTയിലെ എല്ലാ നിയമങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളിൽ ആഡ് ചെയ്ത് അതിൻ്റെ ചട്ടക്കൂട്ട് റെഡിയായതിനു ശേഷം 2016 സെപ്റ്റംബർ മാസം 12-ാം തീയതി അന്നത്തെ പ്രസിഡന്റായിരുന്ന പ്രണബ് മുഖർജി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി ഗവൺമെന്റിന് GST കൗൺസിൽ രൂപീകരിക്കുവാൻ വേണ്ടി ആർട്ടിക്കിൾ 79A പ്രകാരം രൂപീകരിക്കുവാൻ ഒരു അപ്രൂവൽ കൊടുത്തു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അപ്രൂവൽ പ്രകാരം GST കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് 2016 സെപ്റ്റംബർ മാസം 22-23 തീയതികളിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുകയും ചെയ്തു. ഈ GST കൗൺസിലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. GST കൗൺസിൽ എന്ന് പറയുന്നത് അപ്പെക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. GST കൗൺസിൽ ഇസ് റെസ്പോൺസിബിൾ ടു കോർഡിനേറ്റ് ആൾ GST ലാസ് എന്നാണ്. GST നിയമങ്ങളെ കൺട്രോൾ ചെയ്യുകയും മാനേജ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നതെല്ലാം ഈ GST കൗൺസിലാണ്. ഈ GST കൗൺസിലാണ് ഒരു സാധനത്തിന്റെ ടാക്സ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ന് തീരുമാനിക്കുന്നതെല്ലാം GST കൗൺസിലാണ്. അതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷന്റെ ലിമിറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ആ ടാക്സ് റേറ്റിന് നിൽ റേറ്റ് ആക്കുകയോ എന്നെല്ലാം തീരുമാനിക്കുന്നതെല്ലാം ഈ GST കൗൺസിലാണ്. മാത്രവുമല്ല, ഒരു സെൻട്രലിനും സ്റ്റേറ്റിനും എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ, ടാക്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീരുമാനിക്കുന്നതും ഈ GST കൗൺസിലാണ്. അതുകൊണ്ട് GST കൗൺസിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ GST കൗൺസിലിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ്. അതിനെ കോൺടാക്ട് ചെയ്യുവാനുള്ള അഡ്രസ്സും ഫോൺ നമ്പരും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് GST കൗൺസിലിന്റെ സ്ട്രക്ചറാണ്. ഒരു GST കൗൺസിൽ ആരൊക്കെയാണ് മെമ്പർ, അതിൻ്റെ ചെയർപേഴ്സൺ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു GST കൗൺസിൽ മൊത്തം 33 മെമ്പേഴ്സാണ് ഉള്ളത്. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. GST കൗൺസിലിലെ ആദ്യത്തെ മെമ്പേഴ്സ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ മെമ്പറായിട്ടുള്ളത്. അവർ തന്നെയാണ് അതിൻ്റെ ചെയർപേഴ്സൺ. എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ തന്നെയാണ് അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. രണ്ടാമത്തെ മെമ്പർ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററിന്റെ സഹമന്ത്രിയാണ് രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത്. ഇനി 28 സ്റ്റേറ്റിലെയും ധനകാര്യമന്ത്രി, അതായത് ഫൈനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ അവിടുത്തെ ടാക്സ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ തന്നെയാണ് ഈ GST കൗൺസിലെ 28 മെമ്പേഴ്സും അവർ തന്നെയാണ്. ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. അടുത്ത 3 മെമ്പേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറിയെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ഡൽഹി, പോണ്ടിച്ചേരി, ജമ്മു കാശ്മീർ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ടാക്സോ അല്ലെങ്കിൽ ഫിനാൻസോ റവന്യൂയോ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആയിരിക്കും ഇതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അങ്ങനെ 33 മെമ്പേഴ്സ്. ഒന്നാമത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയുടെ സഹമന്ത്രി, ബാക്കി 28 സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ മെമ്പറായിട്ടുള്ളത്. അപ്പൊ 28ഉം ഈ 2ഉം 30ആയി. 3 പേർ യൂണിയൻ ടെറിട്ടറിയെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന ഫിനാൻസ് മിനിസ്റ്റർ തന്നെയായിരിക്കും. അങ്ങനെ 33 പേർ അടങ്ങുന്ന ഒരു സമിതിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. 2016 GST കൗൺസിൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നതും അതിന്റെ മീറ്റിംഗ് ആരംഭിച്ചതും. 2016 ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി തന്നെയായിരുന്നു GST കൗൺസിലിലെ ആദ്യത്തെ ചെയർപേഴ്സണായ വ്യക്തി. 2026 ഇന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന നിർമ്മല സീതാറാമാണ് ഇപ്പോഴത്തെ GST കൗൺസിലിലെ ചെയർപേഴ്സൺ. GST കൗൺസിലിൽ ഒരു വൈസ് ചെയർപേഴ്സൺ കൂടെ ഉണ്ട്. ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഈ GST കൗൺസിലുള്ള എല്ലാ ഫിനാൻസ് മിനിസ്റ്ററും, ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റർ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഇതിലെ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്നത്.
2016 GST കൗൺസിൽ വരുന്ന സമയത്ത് ആദ്യത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി കേരളത്തിന്റെ അഭിമാനവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്ററും അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററുമായിരുന്ന KM മാണിയായിരുന്നു GST കൗൺസിലിലെ ആദ്യത്തെ വൈസ് ചെയർപേഴ്സൺ. GST കൗൺസിലിൽ 33 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവരെ കൂടാതെ ഒരു വ്യക്തി കൂടിയുണ്ട്, എക്സ് ഒഫീഷ്യോ സെക്രട്ടറി. എപ്പോഴും ഈ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന് പറയുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ റവന്യൂ സെക്രട്ടറി ആയിരിക്കും എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കാം. അവരുടെ പ്രൈമറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് GST മീറ്റിങ്ങിനെ നന്നായിട്ട് മാനേജ് ചെയ്യുക, അതിലുള്ള അജണ്ട പ്രിപ്പയർ ചെയ്യുക, GST കൗൺസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ നിയമങ്ങളെയും ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക എന്ന് തുടങ്ങുന്ന ഓരോ ഡ്യൂട്ടിയാണ് ഈ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 2000 GSTയുടെ ഐഡിയ വാജ്പേയി ഗവൺമെന്റ് കൊണ്ടുവന്നു എങ്കിലും 2016 മോദി സർക്കാർ GSTയെ കുറിച്ച് ബില്ലുകൾ പാസ്സാക്കിയതും GST കൗൺസിൽ രൂപീകരിച്ചതും GSTയെ കുറിച്ചുള്ള ഫുൾ രൂപരേഖയും റെഡിയായത്. എന്നിരുന്നാലും 2016 GST ഇന്ത്യയിൽ നിലവിൽ വന്നില്ല. 2017 ജൂലൈ 1 തീയതിയാണ് കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും GST നിലവിൽ വന്നത്. കാശ്മീരിൽ, ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം 2017 ജൂലൈ 8 തീയതി GST നിലവിൽ വന്നു. 2017 ഇന്ത്യയിൽ GST നിലവിൽ വരുമ്പോൾ GSTയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മേജർ ഇൻഡയറക്റ്റ് ടാക്സ് ആയിരുന്ന വാറ്റ്, സെൻട്രൽ സെയിൽ ടാക്സ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി ഇവയെല്ലാം എലിമിനേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വൺ നാഷൻ വൺ ടാക്സ് എന്ന പോളിസിയുമായിട്ടാണ് GST മുന്നോട്ട് വന്നത്. ഇന്ത്യയിൽ GST ഐഡിയ തുടങ്ങിയത് മുതൽ 2017 GST നിലവിൽ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണും. അതുമാത്രമല്ല PSC പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം PSCയിൽ GSTയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, അമെൻമെന്റ്, ആർട്ടിക്കിൾസ്, വ്യക്തിയുടെ പേര്, ഡേറ്റ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ധാരാളം ക്വസ്റ്റ്യൻ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. ഇത്രയും നേരം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് സന്തോഷമായിരുന്നതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നുണ്ട്. പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങളുടെ സ്വന്തം ഗണേഷ് കുമാർ.